ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പേർ അനുഭവിക്കുന്ന ഒരു അസുഖമാണ് നടുവേദന. നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററിലുള്ള തെറ്റായ രീതി, അഥവാ നമ്മൾ കൂടുതൽ നേരം ഇരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു വെയിറ്റ് പെട്ടെന്ന് നമ്മൾ പൊക്കുക തുടങ്ങിയിട്ട് നടുവിന് ക്ഷതം പറ്റുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് നടുവേദന അനുഭവിക്കുന്നത്. നടുവേദന എന്ന് പറയുമ്പോൾ ആയുർവേദ രീതിയിൽ കടീശൂല എന്നാണ് പറയുന്നത്. കടീശൂല ഒരു വാദവ്യാധിയാണ്. നമ്മളെ ഈ ലംബോസേക്രൽ റീജിയനിലുള്ള മസിൽസിന് ഉണ്ടാവുന്ന ക്ഷതം അഥവാ ഡിസ്ക് ഹെർണിയേഷൻ എന്നെല്ലാം പറയും. നമ്മളുടെ കശേരുക്കളുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഡിസ്കിന് സ്ഥാനചലനം സംഭവിക്കുമ്പോഴെല്ലാം നമുക്ക് നടുവേദന അനുഭവപ്പെടാം. ഈ നടുവേദനയോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ സയാറ്റിക്ക നെർവിന് കംപ്രഷൻ വരിക, ഗൃദ്രസി എന്ന രോഗത്തിലേക്ക് പോവുകയൊക്കെ ഉണ്ടാവും. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണമെങ്കിൽ മോഡേൺ രീതിയിൽ പറയുമ്പോൾ സർജറി എല്ലാം പറയുന്നു. പക്ഷേ ആയുർവേദ രീതിയിൽ അത് നമ്മളിലുള്ള പഞ്ചകർമ്മ ചികിത്സയിലും കേരള ചികിത്സാക്രമങ്ങളിലൂടെയും ഈ പൂർണ്ണമായും നടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് പുറമെ ഈ ചികിത്സയ്ക്ക് ശേഷവും കുറച്ചു നാള് നമ്മൾ ചില വ്യായാമങ്ങൾ ചെയ്യുക കൂടി വേണം. കാരണം നമ്മളെ ലംബോസേക്കൽ റീജിയനിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 1-2 മാസം നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ വ്യക്തമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കണം. നമ്മൾ ഉള്ളിലേക്കും നമ്മൾ രാസനാസപ്തകം അല്ലെങ്കിൽ രാസനേരണ്ടാതി തുടങ്ങിയിട്ടുള്ള കഷായങ്ങൾ ഉള്ളിലേക്കും ഗന്ധർവസ്ഥാതി ഔണിക്കണ്ണ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഡെയിലി അകത്തേക്ക് കഴിച്ചിട്ട് വേണം നമ്മൾ ഈ രോഗത്തിന് പ്രതിവിധി കാണുക.